ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി NIA അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാഖറെയുടെ നേതൃത്വത്തിൽ 10-അംഗ സംഘം അന്വേഷിക്കും. സ്ഫോടനത്തിന് 70 കിലോ വരെ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചിരിക്കാമെന്ന് NIA. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ 10 ദിവസത്തിലധികം അൽ ഫലാഹ് സർവകലാശാലയിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് കണ്ടെത്തൽ. 360 കിലോ അമോണിയം നൈട്രേറ്റ് പിടിച്ച ലോഡ്ജിൽ പരിശോധന. ഡൽഹി സ്ഫോടനത്തിൽ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു മോദി. ഡൽഹി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ അതീവ ജാഗ്രത. PM ശ്രീ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചെന്ന കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിന്റെ കത്ത്. നീക്കം CPM മന്ത്രിമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ. കുടിശ്ശിക തുക വാങ്ങിയെടുക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. LDF രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന് ബിനോയ് വിശ്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. N വാസു സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാർ പ്രസിഡന്റായ ബോർഡിന്റെ അറിവോടെ. സാവകാശം തേടിയ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകാൻ SIT. ശബരിമല കേസുകളിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തേക്കും. നടപടി ഹൈക്കോടതി നിർദ്ദേശാനുസരണം. കേരള സർവകലാശാല ജാതി അധിക്ഷേപ പരാതിയിൽ സെനറ്റ് യോഗത്തിൽ പ്രതിഷേധവുമായി ഇടതംഗങ്ങൾ. SFI പ്രവർത്തകരുടെ മാർച്ചിൽ സംഘർഷം. ഡീൻ CN വിജയകുമാരി പിന്തുണച്ച BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രസ്താവന വിവാദത്തിൽ.